അതിൻ്റെ എല്ലാം ചില ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ഡൈവേഴ്സിൻ്റെ സമയത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ടീമിന് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ കോർ എന്താണ്? ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ഈ അറേഞ്ച് ചെയ്ത് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടല്ലോ. അതിലേക്കൊന്നും സീരിയസ് ആയിട്ട് പോകാതെ നേരിട്ടൊരു കല്യാണം കഴിച്ച് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ കോർ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഒരു എന്താണ് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ഭാഗം ഈ സിനിമയുടെ എന്താണ് ഈ ഇന്റർവെല്ലിന് ശേഷം ചെറുതായിട്ടൊന്ന് പരാമർശിച്ച് പോയിട്ടേ ഉള്ളൂ. അതായത് ഒന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട്, മനസ്സിലായില്ലേ? ബാക്കി മൊത്തം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഫെമിനിസ്റ്റ് പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണ് സ്ത്രീ വിരുദ്ധ സിനിമ എന്നെല്ലാം അവർ പറയുമായിരിക്കും. ഓക്കെ, പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് കേട്ടോ. ഒരുവിധം കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് ഇപ്പം ഈ സിനിമയിൽ പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് വൃത്തിയായിട്ട് ഒന്ന് ഡീപ്പായിട്ട് പിടിച്ചിരുന്നെങ്കിൽ ഈ സാധനം സെറ്റായനെ. പിന്നെ ആസിഫ് അലിയാണ് ലീഡർ റോളിൽ അഭിനയിച്ചിട്ടുള്ളത്. ആസിഫ് അലി, നമ്മുടെ അസീസ് നെടുമങ്ങാട്, ആനന്ദ് മന്മഥൻ, ജഗദീഷ്, പിന്നെ വിജയകുമാർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ തുളസി എന്ന് പറയുന്ന ആക്ട്രസ്സാണ് അഭിനയിച്ചിട്ടുള്ളത്. അവരുടെ അഭിനയം എനിക്ക് അത്ര അടിപൊളിയായി തോന്നില്ല. വക്കീലായിട്ട് അഭിനയിച്ച കുട്ടി നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ആരാണ് വന്നിട്ടുള്ളത്? പിന്നെ അങ്ങനെ ചെറിയ കുഞ്ഞു ആർട്ടിസ്റ്റുകളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഈ പടത്തിൽ നമ്മുടെ ജോജിയിലെ എന്താണ് ഫഹദിന്റെ ചേട്ടനായിട്ടുള്ള ശരിക്കുള്ള ജോജിയിലെ ഒരു പോലീസുകാരുടെ റോളാണ് അഭിനയിച്ചിട്ടുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ രസമായിട്ട് ചെയ്തിട്ടുണ്ട്.